80s-ലും 90s-ലും നമ്മൾ കുട്ടിക്കാലം ആവേശഭരിതമാക്കിയ ആ ശബ്ദം, ആ മാന്ത്രിക വാൾ നമ്മുടെ സ്വന്തം ഹീമാൻ ഒടുവിൽ 2026-ൽ തിയേറ്ററിൽ ലൈവായി എത്തിയിരിക്കുകയാണ്. മാസ്റ്റർ ഓഫ് ദ യൂണിവേഴ്സ് സംവിധായകൻ ട്രാവിൻ നൈറ്റും വമ്പൻ താരനിരയും ചേർന്നപ്പോൾ ഒരു ഒന്നാം തരം മാസപടം നമ്മൾ പ്രതീക്ഷിച്ചു. എന്നാൽ തിയേറ്ററിൽ നിന്നും ഇറങ്ങുമ്പോൾ എന്താണ് ചോദിക്കേണ്ടത്, ഹീമാന്റെ ആ പവറൊക്കെ എവിടെ പോയി എന്നൊരു ചോദ്യമാണ് എൻ്റെ മനസ്സിൽ തോന്നിയത്. ഒരു നിരാശയാണോ എന്ന് ചോദിച്ചാൽ നിരാശയാണ്. വലിയ ഹൈപ്പിൽ വന്നിട്ട് എന്നാൽ അമിതമായിട്ടുള്ള ഒരു കോമഡി, മോശം VFX-ഉം അതെല്ലാം കൂടെ ചേർന്ന് പതറിപ്പോയ ചിത്രത്തിന്റെ വള്ളി പുള്ളിക്ക് തെറ്റാത്ത ഒരു ഡീറ്റെയിൽ ഹോണസ്റ്റ് റിവ്യൂ ആണ്. ഞാൻ പോസിറ്റീവ് ആണ് കുറച്ചുള്ളത്, നെഗറ്റീവ് ആണ് പറയാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് കാണുന്നവർക്ക് കാണാം, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് വിടാം. കഥയിലേക്ക് കിടക്കാം. എൻട്രോണിയ എന്ന് പറയുന്ന സാങ്കല്പിക ലോകത്തെ വില്ലനായിട്ടുള്ള സ്കെൽറ്റർ കീഴടങ്ങുന്നു. അവിടുന്ന് രാജകുമാരനുള്ള പ്രിൻസ് ആഡംത്തെ രക്ഷിക്കാൻ വേണ്ടി മാന്ത്രിക വാൾ നൽകി മാതാപിതാക്കൾ ഭൂമിയിലേക്ക് അയക്കുകയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഭൂമിയിലെത്തുന്ന ആഡംത്തിന് തൻ്റെ വാൾ നഷ്ടപ്പെടുന്നു. തുടർന്നുള്ള 15 വർഷം ഭൂമിയിലെ ഒരു പാവം HR മാനേജറായി ആളുകളോട് സംസാരിക്കാൻ പോലും പേടിയുള്ള ഒരു സോഷ്യലിസ്റ്റ് ഓസ്കോഡ് ലൂസറായിട്ടാണ് നമ്മുടെ നായകൻ ജീവിക്കുന്നത്. പിന്നീട് വാൾ തിരികെ കിട്ടുന്നതും അയാൾ ഹീമാനായി മാറി തൻ്റെ ലോകം തിരിച്ചു പിടിക്കാൻ പോകുന്നതുമാണ് സിനിമയുടെ വൺ ലൈൻ എന്ന് പറയുന്നത്. ഈ സിനിമയുടെ നെഗറ്റീവിലേക്ക് കടക്കുന്നതിന് മുമ്പ്